ലൗഡ് സ്പീക്കറിന്റെ തെക്കൻ യാത്ര എറണാകുളം ജില്ലയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ കിഴക്കമ്പലത്താണ്. ഈ ചർച്ച കിഴക്കമ്പലത്താണ്. ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ഒരു പ്രദേശത്തൂടെയാണ് ലൗഡ് സ്പീക്കറിന്റെ എറണാകുളം ജില്ലയുടെ ഈ ചർച്ചാ പരിപാടി ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കളെ ആദ്യം പരിചയപ്പെടാം. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ ജേക്കബ് സി മാത്യു, ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് ശ്രീ പി ബേബി CPM, 2020 പ്രതിനിധീകരിച്ച് ശ്രീ സാബു M ജേക്കബ്, BJP പ്രതിനിധീകരിച്ച് ശ്രീ പത്മരാജ് PR. കൂടുതൽ ആമുഖങ്ങളില്ലാതെ വാർത്തകളിൽ ഇടം പിടിച്ച കിഴക്കമ്പലത്ത് നിന്നും നമുക്ക് ലൗഡ് സ്പീക്കറിന്റെ ഈ ചർച്ചയിലേക്ക് പോകാം. ആദ്യം ശ്രീ ജേക്കബ് സി മാത്യു, UDF സംബന്ധിച്ച് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് നിങ്ങളാണ്. വീണ്ടും ജനവിധി തേടുമ്പോൾ ജനങ്ങളോട് UDF വിശദീകരിക്കുന്നത് എന്ത്, പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? UDF സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം കിഴക്കമ്പലം പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, കിഴക്കമ്പലത്തെ ജനസമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഏറ്റവും ആദ്യമെടുത്താൽ കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസ് തന്നെ, ഈ ഇരിക്കുന്ന ഗ്രൗണ്ട്, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ്, മലയിടംതുരുത്ത് ഗവൺമെൻറ് ആശുപത്രി, ഗവൺമെൻറ് സ്കൂളുകൾ അടക്കം കിഴക്കമ്പലത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക രംഗങ്ങളിൽ എല്ലാം നടപ്പാക്കിയിട്ടുള്ള ഏറ്റവും മഹത്തരമായി എറണാകുളം ജില്ലയ്ക്കും കേരളത്തിനും മാതൃകയായി നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അഴിമതി രഹിതമായി, അതുപോലെ തന്നെ തൊഴിലുറപ്പ് രംഗത്ത് നമ്മുടെ സഹോദരിമാരടക്കം അവരുടെ കുടുംബങ്ങളിലേക്ക് നേരിട്ട് തൊഴിലുറപ്പിൻ്റെ പൈസകൾ ചെല്ലുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ 8 കോടിയോളം രൂപയുടെ നടപ്പാക്കിയതുൾപ്പെടെ കേരളത്തിലെ അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ പഞ്ചായത്തെന്ന് പേരെടുക്കാൻ കഴിഞ്ഞൊരു പഞ്ചായത്ത്. ശരി. കിഴക്കമ്പലത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ കേരളത്തിൽ ആദ്യമായി ദുരിതാശ്വാസ നിധി ഏർപ്പെടുത്തിയ പഞ്ചായത്ത് കിഴക്കമ്പലം പഞ്ചായത്ത്. ഇന്ന് പാലിയേറ്റീവ് കെയർ ഒരു പ്രധാന കാര്യമായി കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്നതിന് വരുമ്പോൾ അതിന് വാഹന സൗകര്യം പോലും ക്രമീകരിച്ചുകൊണ്ട് കിടപ്പ് രോഗികളുടെ സൗകര്യങ്ങൾ ക്രമീകരിക്കുന്ന പഞ്ചായത്ത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കിഴക്കമ്പലത്തെ പൗരാവലി ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കും എന്നതു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനാധിപത്യ മുന്നണിയും കാണുന്നത്. ശ്രീ ബേബി, കിഴക്കമ്പലത്തെ സംബന്ധിച്ച് ഇടതുമുന്നണിയുടെ നിലവിലത്തെ ഒരു അവസ്ഥ, നിലവിലുള്ള UDF സംവിധാനത്തിന് എതിരായി അവരെ മറികടക്കണം, ഒപ്പം പുതുതായി രൂപം കൊണ്ട 2020 എന്ന ജനകീയ സംവിധാനത്തിനെതിരായി കൂടി നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറാനാകണം. എന്താണ് ഇരു കൂട്ടർക്കുമെതിരെ ഇടതുമുന്നണി പറയുന്നത്? കിഴക്കമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം, ഇവിടെ എൻ്റെ സുഹൃത്ത് ജേക്കബ് സി മാത്യു പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ പ്രവർത്തനങ്ങളിൽ നടത്തിയിട്ടുള്ള പോരായ്മകളും അതുപോലെ തന്നെ അഴിമതിയും കെടുകാര്യസ്ഥതയും, ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട പഞ്ചായത്ത് ഭരണസമിതി അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ബാധകമാക്കും, ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുമെന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള, ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ അതിൻ്റെ കഷ്ടതകളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ജനങ്ങളുടെ ആ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മുതലാക്കിക്കൊണ്ട്, ആ കഷ്ടതകളെ മുതലെടുത്തുകൊണ്ട് ആനുകൂല്യങ്ങളുടെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്ന പേരിൽ ആദ്യം തുടങ്ങുകയും പിന്നീട് അത് ജീവകാരുണ്യ പ്രവർത്തനം മാറ്റി തൻ്റെ പരിധിക്ക് ആളുകളെ നിർത്തുന്നതിന് വേണ്ടി സഹായം അതിനുവേണ്ടി വഴിതിരിച്ചു വിടുകയും, അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള, ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ അതിൻ്റെ കഷ്ടതകളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ജനങ്ങളുടെ ആ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മുതലാക്കിക്കൊണ്ട്, ആ കഷ്ടതകളെ മുതലെടുത്തുകൊണ്ട് ആനുകൂല്യങ്ങളുടെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്ന പേരിൽ ആദ്യം തുടങ്ങുകയും പിന്നീട് അത് ജീവകാരുണ്യ പ്രവർത്തനം മാറ്റി തൻ്റെ പരിധിക്ക് ആളുകളെ നിർത്തുന്നതിന് വേണ്ടി സഹായം അതിനുവേണ്ടി വഴിതിരിച്ചു വിടുകയും, അത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, എന്ന് വെച്ചാൽ തൻ്റെ രാഷ്ട്രീയ അധികാരം കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ മണ്ണിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം അതിനുവേണ്ടി ആയിരുന്നു എന്ന രീതിയിലേക്ക് പിന്നീട് വരികയും, ഇപ്പോൾ ഈ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുള്ള ജനങ്ങളെ തൻ്റെ പരിധിക്ക് നിർത്തുകയും ചെയ്യുന്ന ഈ സമീപനത്തിനെതിരെയും, അതോടൊപ്പം തന്നെ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ഇന്ന് അനുഭവപ്പെടുന്ന കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, വിലക്കയറ്റം, മറ്റ് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുന്ന മറ്റ് കെടുമതികൾ, ഇതെല്ലാം ഉള്ള രാഷ്ട്രീയവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുമെന്നാണ്. ഇവിടെ ശ്രീ ബേബി പറഞ്ഞ്
അവിടെ നിന്ന് തുടങ്ങാം. ശ്രീ സാബു, വ്യവസായ പ്രമുഖനായ താങ്കളെ ഉന്നം വെച്ചുള്ള വിമർശിച്ചുള്ള ചില പരാമർശങ്ങളാണ് ബേബിയിൽ നിന്ന്. 2020യുടെ രൂപം, അത് രൂപം കൊണ്ടത്, അതിന്റെ വളർച്ച, അത് ഒടുവിൽ ഒരു രാഷ്ട്രീയ രൂപമായി കൈവന്ന് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു ഘട്ടം വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇതിന്റെ ഒരു ഉത്തരവാദിത്വവും ധാർമ്മികതയുമാണ് ശ്രീ ബേബി ചോദ്യം ചെയ്തത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം? കിഴക്കമ്പലത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് ഈ 2020 കിഴക്കമ്പലം എന്ന ജനകീയ കൂട്ടായ്മ രൂപമെടുത്തത്. കഴിഞ്ഞ 2.5 വർഷക്കാലം അദ്ദേഹം പറയട്ടെ, പ്ലീസ്, അദ്ദേഹം പറയട്ടെ, കേൾക്കൂ, പൂർത്തിയാക്കൂ. കഴിഞ്ഞ 2.5 വർഷക്കാലം കഴിഞ്ഞ 2.5 വർഷക്കാലം ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരു പരിധിവരെ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ഈ സംഘടനയ്ക്ക് തോന്നുന്നത്. 2020 ആകുമ്പോഴേക്കും കിഴക്കമ്പലം ഇന്ത്യയിലെ 2,72,000 പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല പഞ്ചായത്താക്കി മാറ്റുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നടപ്പാക്കിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി. ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ പോലും നടപ്പാക്കാൻ സാധിക്കാത്ത ഭക്ഷ്യസുരക്ഷാ പദ്ധതി. വിലക്കയറ്റം പൂർണ്ണമായിട്ടും പിടിച്ചു നിർത്തി ഇവിടുത്തെ പട്ടിണി തുടച്ചു മാറ്റി എന്നുള്ളതാണ് ഇന്ന് ഈ സംഘടനയുടെ ഏറ്റവും വലിയ വിജയം നമുക്കെടുത്തു പറയാവുന്നത്. ശ്രീ സാബു, അത്തരം ഒരു സംഘടനയുടെ ഉത്തരവാദിത്വം വ്യക്തം. പക്ഷേ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം, ഈ സംഘടനയ്ക്ക് രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന വോട്ടർമാരോട് 2020 പറയുന്ന രാഷ്ട്രീയം എന്താണ്? ചുരുക്കി വേണം പ്ലീസ്. ഈ സംഘടന തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്നതോ ഇങ്ങനെ ഒരു മത്സരത്തിന് സുഹൃത്തുക്കളെ അദ്ദേഹം ഒന്ന് പൂർത്തിയാക്കട്ടെ, അവസരം തരാം. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ മത്സരിക്കാനായിട്ടുള്ള ഒരു തീരുമാനം 2020 ഉണ്ടായിരുന്നില്ല. പക്ഷേ 2020യുടെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് കുടിവെള്ള പദ്ധതി, റോഡ് വികസനം, ഭക്ഷ്യവിതരണ പദ്ധതി, ഇതിലെല്ലാം തടസ്സങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോ ഏതായാലും ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ആവേശമാണ് ഈ കാണുന്നത്. വേഗം മടങ്ങി വരാം. ലൗഡ് സ്പീക്കറിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം ചർച്ചയിലേക്ക് വീണ്ടും വരുന്നു. BJP പ്രതിനിധി നിലപാട് വിശദീകരിക്കുന്നു. വരുന്നു, പറയൂ സർ. കിഴക്കമ്പലത്തിന്റെ സമഗ്ര വികസനം കഴിഞ്ഞ 5 വർഷം UDF ഭരിക്കുകയും ആ ഭരണത്തിലുള്ള അഴിമതിയും ഇടതു വലതു മുന്നണികളുടെ കൊടുകാര്യസ്ഥതയും മുൻനിർത്തിയാണ് BJP കിഴക്കമ്പലം പഞ്ചായത്തിലെ 19 സ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥികൾ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കാണിക്കുകയും കേന്ദ്ര സർക്കാർ നടത്തുന്ന നയങ്ങളിൽ വികസനം കിഴക്കമ്പലത്തും എത്തിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. സുഹൃത്ത് വോട്ടർമാരായ ആളുകളുടെ അഭിപ്രായങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും എനിക്ക് 2020യുടെ സാധനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അവിടെ കാവങ്ങപ്പറമ്പിൽ വെച്ച് ഒരു പ്രത്യേക സമുദായത്തിന് ചീത്ത പറഞ്ഞത്? ഇവിടെ ആരെയും ചീത്ത പറയുന്ന ഒരു സംഭവവും കാവുങ്ങപ്പറമ്പിൽ ഉണ്ടായില്ല. കാവുങ്ങപ്പറമ്പില് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏത് വ്യക്തിക്കും എവിടെയും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള അധികാരമുണ്ട്. കാവുങ്ങപ്പറമ്പിലേക്ക് ഒരു മനുഷ്യനെ കടത്തിവിടാൻ പോലും സാധിക്കാത്ത രീതിയിൽ, അവിടെ പ്രചരണം നടത്താൻ പറ്റാത്ത രീതിയിൽ ആളുകളെ കൂകി വിളിക്കുകയും തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന എവിടുത്തെ ജനാധിപത്യ മര്യാദയാണ് ഇത്? ഇവിടെ കാണുന്നത് ഇത് തെരഞ്ഞെടുപ്പിന്റെ ആവേശമല്ല, മറിച്ച് ഇന്നലെ ഏഷ്യാനെറ്റ് ഈ പ്രോഗ്രാമുമായി ഞങ്ങളെ സമീപിക്കുമ്പോ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നലെ ഏഷ്യാനെറ്റ് ഞങ്ങളെ സമീപിക്കുമ്പോ പറഞ്ഞത്
ഏഷ്യാനെറ്റ് പറഞ്ഞത് ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് 25 പേരെയെ പങ്കെടുപ്പിക്കൂ എന്ന്. ഇവിടെ ഇന്ന് വാട്സാപ്പിലും മെസ്സേജ് ഇട്ട ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തനിക്ക് കൈയടിക്കാൻ പറയുന്നുവെങ്കിൽ ഇത് മെസ്സേജ് അല്ല, ഇത് ജനകീയ പിന്തുണയല്ല, ഇത് ജനകീയ ആവേശമല്ല. പറയുന്നുണ്ടോ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് തെരഞ്ഞെടുപ്പിന്റെ ആവേശമല്ല, ഇത് തെരഞ്ഞെടുപ്പിന്റെ ആവേശമല്ല, കൂലിക്കുള്ള ആവേശമാണ്, കൂലി ആവേശം. കാരണം ഞങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഒരു ടീമിന്റെ, പാർട്ടിയുടെ ആണെങ്കിൽ പാർട്ടിയുടെ ടീമിന്റെ 25 പേര് അതിന്റെ ഒരു സദസ്സായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇന്നും നിങ്ങൾ ഞങ്ങളോട് അതാ പറഞ്ഞ്, ഞങ്ങൾക്കും ആളെ കൂട്ടാൻ കഴിയും, ശ്രമിച്ചാൽ ആളെ കൂട്ടാൻ കഴിയും. പക്ഷെ ഞങ്ങൾ അതിനല്ല ശ്രമിച്ചേ. അതുകൊണ്ട് ഇതുപോലൊരു ചർച്ച, ഇത് പേര് ചർച്ച പോലെ വരുന്നു, പേര് ചർച്ച പോലെ വരുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. വികസന പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ യാതൊരു മര്യാദയും കാണിക്കുന്നതല്ല. കിഴക്കമ്പലത്തിന്റെ വികസനത്തെ കുറിച്ചുള്ള ചില പരാമർശങ്ങളിലേക്ക്. കിഴക്കും 2020 ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് നാട് വികസിക്കണം. വികസനത്തെ കുറിച്ച് ഇവിടെ സ്വാഭാവികമായിട്ടും ഈ കാണുന്ന തിരക്കും ഈ കാണുന്ന പ്രശ്നങ്ങളൊന്നും ഒരു രാഷ്ട്രീയത്തിന് ഇതിനു മുമ്പ് സാബുവിനെ പരിചയപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് സാബു അദ്ദേഹം ഈ സമൂഹത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ ഈ സമൂഹത്തെ വ്യത്യസ്ത തട്ടുകളാക്കുകയും ഈ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും ഈ സമൂഹത്തെ അരക്ഷിത ബോധത്തിലേക്ക് നയിക്കുകയും ചെയ്തതിന്റെ പേരിലും ഒരു സമൂഹത്തിൽ എങ്ങനെയൊക്കെ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമോ അതിനുവേണ്ടി ആത്മാർത്ഥമായി പണിവിട്ടുകൊണ്ടിരിക്കുകയും സമൂഹത്തിലെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും സമൂഹത്തിൽ സാബു കേൾക്കാൻ വയ്യ. ഇതാണ് ചർച്ച. ചർച്ചയുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി. ലൗഡ് സ്പീക്കറിന്റെ തെക്കൻ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്.